സ്വർഗീയവിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം നമുക്ക് ഉള്ളതിനായി സ്തോത്രം. ഒന്നെൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ ഇത് മെസ്സേജ് കേൾക്കുന്ന മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഒന്നുകൂടെ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കുന്നവനായിത്തീരും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ വാലല്ല തലയായിത്തീരും. ഇത് വാഗ്ദത്തമാണ്. നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ യു വിൽ എൻജോയ് ഇറ്റ്. നമ്മുടെ ചിന്തകളും നമ്മുടെ തോട്ട് ലൈഫ്, നമ്മുടെ ചിന്തയുടെ ലൈഫ് സ്റ്റൈൽ, ലെറ്റ് ഇറ്റ് ബി അക്കോർഡിംഗ് ടു ദ ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡ്. ദൈവവചനത്തിൽ എന്താണോ ആ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത്, ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ചിന്താഗതികൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ നേരിടുന്ന സാഹചര്യമായിക്കോട്ടെ, നമ്മൾ അനുഭവിക്കുന്ന ചില ചലഞ്ചസ് ആയിക്കോട്ടെ, അതിൽ കംഫർട്ടബിൾ ആകാതെ, ഇത് ദൈവഹിതമാണെന്ന് പറഞ്ഞ് അതിൽ കംഫർട്ട് ആകാതെ, ലുക്ക് വാട്ട് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അതാ ദൈവത്തിൻ്റെ ഹിതം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെയാണ് ദൈവത്തിൻ്റെ ഹിതം. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ യാത്രയിൽ താൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്: ഞാൻ ജഡപ്രകാരം നടക്കുന്നു എങ്കിലും ഞാൻ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന സങ്കല്പങ്ങളും വിചാരങ്ങളും ഇടുന്ന ദുഷ്ടൻ്റെ ആ വിചാരങ്ങളെ ക്രിസ്തു യേശുവിനോടുള്ള അനുസരണത്താൽ ഞങ്ങൾ ആ കോട്ടകളെ ഇടിച്ചു കളയും. പറഞ്ഞേ, കോട്ടകളെ ഇടിച്ചു കളയും. ഒന്നുകൂടെ പറഞ്ഞേ, കോട്ടകളെ ഇടിച്ചു കളയും. കോട്ടകളെ തലയോടാനല്ല പറഞ്ഞ് ഇടിച്ചു കളയാനാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം എന്താ? ദൈവത്തിൻ്റെ ഹിതം അനുഗ്രഹമാണ്. ഐ വിൽ ബ്ലെസ് യു. ദൈവത്തിൻ്റെ ഹിതം ഉയർച്ചയാണ്. ദൈവജനം പറയാം, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ദൈവത്തിൻ്റെ ഹിതം സൗഖ്യമാണ്, ആരോഗ്യമാണ്. കർത്താവിൻ്റെ ഹിതം സൗഖ്യം പ്രൊവിഷനായിട്ട് വെച്ചിരിക്കുക. ദ പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഇത് മുഴുവൻ നമ്മൾ അനുഭവിച്ചേ തീരൂ. അതാ പൗലോസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ച അതേ സ്റ്റേറ്റ്മെൻറ്റ്. പൗലോസ് പറയാണ്, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസംഗവും വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമല്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എൻ്റെ സാക്ഷികളാണ്, ഞാനൊരു സാക്ഷ്യമാണ്. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് ക്ഷമയില്ലാതെ ഇട്ടേച്ച് പോകുക. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ബട്ട് ബിലവഡ്, എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് പറഞ്ഞ്, ഞാൻ കർത്താവിൻ്റെ പ്രിയമുള്ളവനാ. നിങ്ങളെന്നാ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്നത്? കമോൺ, സ്മൈൽ ആൻഡ് സേ, ഞാൻ കർത്താവിൻ്റെ പ്രിയമുള്ളവനാ. ശരിയായില്ല, ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ കർത്താവിൻ്റെ പ്രിയമുള്ളവനാ. കർത്താവിൻ്റെ പ്രിയമുള്ളവനാന്നുള്ള ഉറപ്പ് വന്നാൽ മതി, സമാധാനവും സ്വസ്ഥതയും. യു വുഡ് ബി ബോതേഡ്.
അതാ വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറയുവൻ. വീഞ്ഞു കുടിച്ചിരിക്കുന്നവർ കാണാമല്ലേ, അവർക്ക് ഒന്നും മൈൻഡും ഒന്നുമില്ല എന്ന് പറയുന്ന പോലെയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, സ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്നവൻ, അവിടെ എഴുതിയിരിക്കുക വിൽ മേക്ക് എ മെലഡി ഇൻ ദ ഹാർട്ട്. കർത്താവുമായിട്ടങ്ങ് പ്രണയത്തിൽ നടക്കുക. അവരെ സംബന്ധിച്ചോളം സാഹചര്യങ്ങളൊന്നും തന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ലെന്ന് ഉറപ്പുണ്ട്. ബട്ട് ബിലവഡ് വി ഹാവ് കോൺഫിഡൻസ്. ഞങ്ങൾക്ക് ഉറപ്പും ധൈര്യമുണ്ട് ഓഫ് ബെറ്റർ തിങ്സ്. നിങ്ങളിൽ നടക്കാൻ പോകുന്ന നല്ല പ്രവൃത്തി, തിങ്സ് ദാറ്റ് അക്കമ്പനി സാൽവേഷൻ, രക്ഷയുടെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എബ്രായർ 6:9 ഞാനിപ്പോൾ പറഞ്ഞത്. അതാ 14 നിശ്ചയമായി അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടും. നിശ്ചയമായി, അതിനകത്ത് ഡൗട്ടില്ല. ദൈവം പറയാ നിശ്ചയമായി. അതിൻ്റെ 14ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ ഇങ്ങനെ അതിൻ്റെ 12ാമത്തെ വാക്യത്തിൽ 11 മുതൽ ഞാൻ വായിക്കുമ്പോൾ 6-ാം അധ്യായം 11. ആൻഡ് വി ഡിസയർ ദാറ്റ് ഈച്ച് വൺ ഓഫ് യു ഷോ ദ സെയിം ഡിലിജൻസ് ഓഫ് ഫുൾ അഷ്വറൻസ് ഓഫ് ഹോപ്പ് ടിൽ ദി എൻഡ്. ഈ ഡിലിജൻസ് എന്ന് പറയുന്നത് അത്യന്ത തീക്ഷ്ണത. അതാണ് ഈ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ ഈ അത്യന്ത ധനം ഈ മൺകൂടാരത്തിനകത്ത് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിപ്പോകത്തില്ല. പ്രിയമുള്ളവർ, ഒരിക്കലും ഇടുങ്ങരുത്. ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇടുങ്ങരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ക്രിസ്തു യേശുവിൽ ഊന്ന് തന്നെയാണ്. സാമ്പത്തികമായ ഉയർച്ച ഇറ്റ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ബ്ലെസ്സിങ്. ആരോഗ്യം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്ലെസ്സിങ്സ്. കുടുംബത്തിലെ സമാധാനം, സ്വസ്ഥത പാർട്ട് ഓഫ് ദ ബ്ലെസ്സിങ്. തലമുറയുടെ അനുഗ്രഹം. ഇന്ന് ഒരു പക്ഷെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും മക്കളെക്കുറിച്ച് വിചാരപ്പെട്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? യേശു നിങ്ങളുടെ കർത്താവാണോ? നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ തലമുറ ഏറ്റവും ബെസ്റ്റാകും. ഉറപ്പുണ്ടായിരിക്കണം. ഒന്ന് എന്തോ കണ്ടെന്ന് പറഞ്ഞു യോബത്തോന്നുമൊക്കെ അനുഗ്രഹിച്ച തലമുറ, വാഗ്ദത്തം പറ തലമുറയുടെ മേൽ, വാഗ്ദത്തം പറ. സോ ദൈവജനത്തിൽ പറയാണ് ആ അഷ്വറൻസ്, ആ ഉറപ്പ്, ആ കോൺഫിഡൻസ് അവസാനം വരെ ഇൻ പേഷ്യൻസ്. ഒരു ദിവസം ഞാൻ വാഗ്ദത്തം പറഞ്ഞു നടന്നില്ല, നോ, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു ദിവസം നടന്നില്ല, 2 ദിവസം നടന്നില്ല, ഒരാഴ്ച നടന്നേ പറ്റത്തുള്ളൂ. എന്നെക്കാളും നന്നായി എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ അപ്പനറിയാം. നിങ്ങൾ ചോദിക്കുന്നത് മുമ്പേ ഇന്നത് നിങ്ങൾക്ക് ആവശ്യമെന്ന് പിതാവിന് അറിയാം. അതെനിക്ക് ആ ഉറപ്പ് ലഭിക്കണം. അതവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് യു ഡു നോട്ട് ബിക്കം സ്ലഗിഷ് ബട്ട് ഇമിറ്റേറ്റ് ദോസ് ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്. ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഇൻഹെറിറ്റ് ദ പ്രോമിസ്. ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്. Faith in the word and patience to receive the word. അതാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ യാക്കോബിൻ്റെ 1-ാം അധ്യായത്തിൽ എഴുതുന്നത് 2-ാം വാക്യം. മൈ ബ്രദറൻ കൗണ്ട് ഇറ്റ് ഓൾ ജോയ് വെൻ യു ഫോൾ ഇൻ ടു വേരിയസ് ട്രയൽസ്, knowing that the testing of your faith produces patience, and let patience have its perfect work, that you may be perfect, completely lacking nothing. ഫെയ്ത്ത് നമ്മുടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ, അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, മനുഷ്യർക്ക് വരാത്ത പരീക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല, എന്നാൽ പരീക്ഷണത്തോടു കൂടെ പോക്ക് വഴിയും കൂടെ തന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം അവർ നിലം തൊടാതെ കൈ തന്നെ വെച്ചുകൊണ്ട് നടന്നാലോ അവർക്ക് നടക്കാൻ പറ്റത്തില്ല. അവരുടെ മസിൽസ് സ്ട്രോങ് ആകത്തില്ല. സോ അവർ നടക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കാണാൻ മേലെ കൊച്ചു കുഞ്ഞുങ്ങൾ എപ്പോഴും കൈ പോക്കുന്നത്, എടുക്ക്. പക്ഷേ അപ്പനും അമ്മയും എടുക്കത്തില്ല, നടക്ക്. കാര്യം എന്താ? മസിൽസ് സ്ട്രോങ് ആകാൻ. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും എനിക്കും ബോധ്യം വരണം, യേശുവിൻ്റെ നാമത്തിൽ ശക്തിയുണ്ടെന്ന്. അത് ഉപയോഗിച്ചാലേ മനസ്സിലാക്കത്തുള്ളൂ. ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ മുമ്പിൽ വരും. ആ സാഹചര്യങ്ങളിൽ ഒന്ന് മനസ്സിലാക്കണം, ഈ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ തലയിൽ രോമം പോലും വീഴത്തില്ല. നമ്പർ 2, പോക്ക് വഴിയുണ്ട്. 3, ഇതിൻ്റെ ജയം കണ്ടുകൊണ്ട് വേണം അതിനെ ഫേസ് ചെയ്യാൻ. കൗണ്ട് ഇറ്റ് ഓൾ ജോയ്.
when you face these trials, because this is a testing of your faith which will bring patience. പിന്നെ അടുത്ത പ്രാവശ്യം ഒരു സാഹചര്യം വന്നാൽ you will be patient. You will be patient. ഇത് നാശത്തിനല്ല, നശിക്കത്തില്ല. ഇതിനകത്ത് I have a great victorious plan where my muscles will be stronger. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഒരു മീറ്റിങ്ങിന് നാഗ്പൂരിൽ, ഞാൻ രക്ഷിക്കപ്പെട്ടേ ഉള്ളൂ, നാഗ്പൂരിൽ സാക്ഷ്യം പറയാനായിട്ട് ആമോസി പാസ്റ്റർ വിളിച്ചു. അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഞാനിങ്ങനെയായിരുന്നു, ഞാൻ തളർന്നവനായിരുന്നു, യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ഇത് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഒരു ഫാമിലി വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? അവരുടെ മകൾക്ക് ഭൂതബാധിതസ്ത്ര ഒന്ന് വന്ന് പ്രാർത്ഥിച്ച് വിടുവിക്കണം. ഞാൻ പറഞ്ഞു പിന്നെ എന്നാ വണ്ടി വിട്ടേരെ, 3 മണിക്ക് ഞങ്ങൾ വന്നേക്കാം. 3 മണിയായപ്പം കൃത്യം വണ്ടി വന്നു. എൻ്റെ മനസ്സിലൊരു ഉറപ്പ്, ആമോസിംഗ് ബ്രദറിനോട് ഞാൻ പോയി പറയും എൻ്റെ കൂടെ ഒന്ന് വരണം, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം. അപ്പോൾ അദ്ദേഹം ഭൂതത്തെ പുറത്താക്കും. കാര്യം അങ്ങേര് ഭയങ്കര പവർഫുൾ മനുഷ്യനല്ലേ. ആ ഉറപ്പില്ല ഞാൻ ഈ പറഞ്ഞ 3 മണിക്ക് വരാൻ. 3 മണിയായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റില്ലല്ലോ, ഏറ്റയാൾ തന്നെ പോയി ഭൂതം ഇറക്കിക്കോളാം. എനിക്ക് ആ സമയത്ത് പിശാച് ഭൂതം എന്നൊക്കെ വിരണ്ടിരിക്കുക. നോക്ക്, ഒരു ചലഞ്ച് വന്നു. ഞാൻ വാസ്തവത്തിൽ പേടിച്ചിരിക്കുക. എൻ്റെ കൂട്ടത്തിൽ 4 പേരുണ്ട് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അവരുടെ മുമ്പിൽ എൻ്റെ പേടി കാണിക്കാനും വേണ്ട. നൗ ഇറ്റ്സ് എ ട്രയൽ ഓഫ് മൈ ഫെയ്ത്ത്. ഞാൻ വാസ്തവത്തിൽ അവരുടെ വണ്ടിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ വണ്ടി ഒരിക്കലും ആ വീട് വരെ എത്തരുത്. ആ പ്രാർത്ഥന കർത്താവ് കേട്ടില്ല. ഞാൻ ഉടനെ കർത്താവ് ഈ പ്രാർത്ഥന കേട്ടില്ലല്ലോ, ഞാൻ കുഴഞ്ഞു. ആ ഭൂതത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ വലിയ വിശ്വാസം കളിച്ചുകൊണ്ട് അവിടെ പോവുക. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വേറെ ഒരു ഝാഡനെ വാല എന്ന് പറയും, അതായത് ഇതിനെ ഭൂതത്തെ ഇറക്കുന്ന വേറെ ഒരാൾ അവിടെ മന്ത്രവാദി ഇരിപ്പുണ്ട്. അതുകൂടെ കേട്ടപ്പോൾ എൻ്റെ മുഴുവൻ വിശ്വാസം ചോർന്നു. ഞാൻ വാസ്തവത്തിൽ ആ സിറ്റുവേഷനിൽ ഓർത്ത് നോക്കിക്കേ, കുടുംബം എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ ആ വലിയ ദൈവാസനാന്ന് ഓർത്താണ്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 5-6 മാസമേ ആയിട്ടുള്ളൂ. മുമ്പിൽ അസാധ്യമായൊരു സിറ്റുവേഷൻ, എന്നാ ചെയ്യും? ഞാൻ പറഞ്ഞു, ഏതായാലും ഞങ്ങൾ ദൈവദാസന്മാരാണ്, ഞങ്ങൾക്ക് സമയമൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് പതുക്കെ മുങ്ങാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ആ മുറിക്കകത്തോട്ട് കയറിക്കൊള്ളാം. ഒന്നാമത്തെ ഭൂതം, പിന്നെ തൊട്ട് മന്ത്രവാദി. എൻ്റെ ഗ്യാസ് പോയെന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പറയത്തില്ലേ, എങ്ങനെ രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല. നോ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പ്രാർത്ഥിച്ച 2 പ്രാർത്ഥന ഫെയിലിയറായി. ഒന്ന്, കർത്താവെ ജീപ്പ് ആ വീട് വരെ എത്തരുത്. ജീപ്പ് ദേ വീട്ടിൻ്റെ മുതുക്കെ എത്തി. 2, കർത്താവെ ഇവർ ആ മന്ത്രവാദി എന്ന് പറഞ്ഞപ്പം എന്നാൽ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചില്ല, നിങ്ങളുടെ അകത്തോട്ട് കയറിക്കോളാൻ. നൗ ദിസ് ഈസ് സംതിങ് വെരി വെരി ബാഡ്. കർത്താവ് ഇത്രയും വലിയ പരീക്ഷണം എൻ്റെ മുമ്പിൽ ഇടാനായിരുന്നോ? പക്ഷേ നോക്ക്, കർത്താവ് ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ഈ സാഹചര്യം വന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം. ഞാൻ മുറിക്കകത്ത് കയറി. എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അവിടെ നിന്നുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നത് സ്വർഗത്തിലും ബന്ധിക്കപ്പെടും. അതുകൊണ്ട് ഈ ഭൂതത്തെ നമുക്ക് ഇറക്കി വിടാം. മലയാളത്തിലാണ് പറയുന്നത്, അവർ ഹിന്ദിയാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി. ആ മോള് പൂർണ്ണമായി വിടുതലായി. ആ വിടുവിക്കപ്പെട്ടപ്പോൾ എനിക്കെന്താ സംഭവിച്ചത്? എൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പായി, യേശുവിൻ്റെ നാമം ഉപയോഗിച്ചാൽ 1 ദിവസമായാലും 6 മാസമായാലും 10 വർഷമായാലും, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ജീസസ്, ഇറ്റ് ഈസ് ദ വേർഡ്. പിന്നീട് ഞാൻ കോട്ടയത്ത് തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും ഭൂതബാധിതരോ അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് നിൽക്കുന്നവരോ, എനിക്ക് ധൈര്യമായി യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ. ആ സംഭവം നടന്നില്ലായിരുന്നെങ്കിലോ ഇന്നും ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ. നൗ സാഹചര്യങ്ങൾ, കർത്താവ് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമല്ല, രോഗമല്ല, സാഹചര്യം. യേശു ക്രിസ്തു പടകിലായിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് വന്നു. പത്രോസും ശിഷ്യന്മാരും അതിനകത്തിരിപ്പുണ്ട്. യേശു എഴുന്നേറ്റ് ശാസിച്ചു. ആ കൊടുങ്കാറ്റ് ശാന്തമായി. എന്നാൽ പിന്നീട് ഒരിക്കൽ ഇവരെ ഒറ്റയ്ക്ക് പടകിൽ വിട്ടു. ഒറ്റയ്ക്ക് പടകിൽ വിട്ടുമ്പോൾ
കൊടുങ്കാറ്റും ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായി. യേശു കടലിൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, കർത്താവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഡു നോട്ട് ബി അഫ്രൈഡ്, ചിയർ അപ്പ്, സന്തോഷിപ്പീൻ, ഞാൻ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, കം കം, ഈ കടലിൻ്റെ മേൽ, ഈ തിരമാലയുടെ മേൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശാന്തമാക്കി, പക്ഷേ ഈ തിരമാലയുടെ മേൽ നടക്കാൻ പഠിപ്പിക്കാം. പത്രോസ് ചാടി. പത്രോസിന് ഒരു കാര്യം പിടികിട്ടി, എത്ര വലിയ തിരമാലയാണേലും കർത്താവിൻ്റെ വായിന്ന് പുറപ്പെടുന്ന വാക്ക് കം, അതിൽ എടുത്ത് ചാടിയാൽ ആ തിരമാലയുടെ മേൽ നടക്കുക തന്നെ ചെയ്യും. ഹീ ബിക്കെയിം ഷുവർ ഓഫ് ജീസസ് മോർ ദാൻ എനി വൺ എൽസ്. അതുകൊണ്ട് താക്കോൽ, സുവിശേഷത്തിൻ്റെ താക്കോൽ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ത്രൂ പേഷ്യൻസ്. അങ്ങനെ ഓരോ സാഹചര്യങ്ങളും തരണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? ഒന്ന്, ദൈവവചനത്തിലുള്ള ആശ്രയത്തിലും ക്ഷമയോടും. ഐ വോണ്ട് ഗീവ് അപ്പ്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനും കുറവ് ഉണ്ടാകത്തില്ല. ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ മൂലധനം എന്തായിരുന്നു? നത്തിങ്. a big zero, a minus. But I believed in this word. And I was patient. I was patient with God. ജപ്തിയുടെ ഇതും അതും എല്ലാം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് പുതിയ ഭവനം പണിയാൻ പോകുന്നു. ബിക്കോസ് ഐ ന്യൂ ഹൂ ജീസസ് ഈസ്. ആ യേശു ഇന്ന് ജീവനോടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇടുങ്ങരുത്. ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം, മെഡിസിൻ പഠിക്കാൻ ആഗ്രഹിച്ചു, സാമ്പത്തികമായി ശേഷിയില്ല, എന്നാ ചെയ്യും? ഭാരപ്പെടരുത്. യേശു ഉണ്ട്, സമ്പത്തതാ. പ്രൊക്ലെയിം ഇറ്റ്. ഞാനൊരു ഡോക്ടർ ആകും, ഞാൻ അവിടെ എത്തും. പറ, വിശ്വാസം പറ, അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ബിസിനസ്സിൽ ഒരു ബിസിനസ് പരാജയപ്പെട്ടു, വിടരുത്. അനുഗ്രഹം അനുഭവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ വിജയിക്കും, ഞാൻ ഉന്നതനാകും, ഞാൻ ലോകത്തിൽ ഉന്നതനാകും. ദൈവവചനത്തിലെ ഒരു വാഗ്ദത്തം, അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുള്ള ഒരു അനുഗ്രഹമാണ്. നിന്നിലൂടെ ലോകത്തിലെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദേശം മാത്രമല്ല, വീട്ടുകാർ മാത്രമല്ല, ലോകത്തിലെ. തിങ്ക് ബിഗ്, സ്പീക്ക് ബിഗ് ആൻഡ് ബി പേഷ്യൻറ്റ്. ഒരു ദിവസം നടന്നില്ലെന്ന് പറഞ്ഞ് നടക്കാതിരിക്കത്തില്ല, നടന്നേ പറ്റത്തുള്ളൂ. ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് ബ്രിങ്സ് പേഷ്യൻസ് ആൻഡ് പേഷ്യൻസ് ലീഡ്സ് യു ടു ലാക്ക് ഓഫ് നത്തിങ്. യേശു എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. ഒന്ന് പറയാമോ? യേശു എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. അതാ യേശു തൻ്റെ സുവിശേഷങ്ങളിൽ, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ബട്ട് ദ വൺ, ആ വചനം വിതയ്ക്കുന്ന കാര്യം പറയാം, ബട്ട് ദ വൺ that fell on good ground are those who, നല്ല നിലം എന്ന് പറയുന്ന 100 മേനി ഫലം തന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കിൻ്റെ 100% അനുഗ്രഹത്തിലേക്ക് നടത്തപ്പെട്ടു എന്ന് പറയുന്നവരാരാന്നാണ് യേശു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യേശു പറയാം, that fell on the good ground are those who having heard the word, വചനം കേട്ടപ്പോൾ, with a noble ആൻഡ് ഗുഡ് ഹാർട്ട്, നല്ല മനസ്സോടെ അത് ഗ്രഹിച്ചു. കെപ്റ്റ് ഇറ്റ്, സൂക്ഷിച്ചു വെച്ചു. ആൻഡ് ബോർ ഫ്രൂട്ട് വിത്ത് പേഷ്യൻസ്. നല്ല നിലത്തിൽ വീണ വിത്ത് 100 മേനി കായ്ച്ചതിൻ്റെ ഗുണമാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ അവരത് വെച്ചു, നല്ല മനസ്സോടെ വെച്ചു. പലപ്പോഴും അനുഗ്രഹം പോകുന്ന കാര്യം എന്താ ഞാൻ പറയാം. നമ്മൾ യേശുവിൻ്റെ അടുക്ക് വന്നത് ഏതോ ഒരു ചലഞ്ച് വന്നപ്പോഴാണ്. കുറച്ചൊക്കെ വചനമായി കഴിയുമ്പം പറയും, ഓ ഇതെന്നെ അനുഗ്രഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ആഴം പറഞ്ഞ്, അനുഗ്രഹമാണ് നമ്മൾ നിലനിർത്തുന്നത്. അനുഗ്രഹം കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. അനുഗ്രഹത്തിൻ്റെ അടയാളമല്ല, അനുഗ്രഹമായി യേശു. അവൻ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ തന്നെ അതിനെ ഇൻട്രസ്റ്റ് ഇല്ലാതെ വിടുമ്പോൾ വി ആർ സാറ്റിസ്ഫൈഡ്, ഇറ്റ്സ് ഗോൺ. പക്ഷെ അങ്ങനെയല്ല. നല്ല നിലത്ത് വീണ വചനം വെച്ച്, കെപ്റ്റ് ഇറ്റ് ആൻഡ് വിത്ത് പേഷ്യൻസ്. എന്തെങ്കിലും വിതച്ചാൽ പിറ്റേ ദിവസം ഫലം വരത്തില്ല. ഇറ്റ് ടേക്സ് ടൈം. വെയിറ്റ് അപ്പോൺ ഇറ്റ്. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇറ്റ് ഈസ് എ റിന്യൂവൽ ഓഫ് ഫെയ്ത്ത്. ഇടുങ്ങരുത്, വിശ്വാസം പറയണം, വിശ്വാസം കാണണം, ആൻഡ് മൂവ് ടുവേർഡ്സ് ദിസ് ഇൻ ജീസസ് നെയിം.
All things are possible with those who believe. All things are possible. വിശ്വസിക്കുന്നവനാൽ അസാധ്യമായത് ഒന്നുമില്ല. ഇന്ന് വീണ്ടും ഐ വോണ്ട് ടു ചലഞ്ച് യു. ഞാൻ നിങ്ങളെ ഐ വോണ്ട് ടു പുഷ് യു ഔട്ട് ഓഫ് ദ ചെയർ. നിങ്ങളിരിക്കുന്ന ആ കോസി ചെയറിൽ നിന്നും ഞാൻ വെളിയിൽ ചാടിക്കാൻ നോക്കും. ഡു നോട്ട് കോംപ്രമൈസ്. ഡു നോട്ട് കോംപ്രമൈസ്. സാമ്പത്തികമായ ഉയർച്ച എൻ്റെ അവകാശമാണ്. ആരോഗ്യം എൻ്റെ അവകാശമാണ്. കുഞ്ഞുങ്ങളുടെ തലമുറയുടെ അനുഗ്രഹം എൻ്റെ അവകാശമാണ്. കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത എൻ്റെ അവകാശമാണ്. നടക്കുക തന്നെ ചെയ്യും. അതിന് വിപരീതമായ വാക്കുകൾ വായിന്ന് വരരുത്. അത് ദൈവവചനം പറയുന്ന അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരുവിൻ. സേ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്. സേ ഗുഡ് അബൌട്ട് യുവർ സർക്കംസ്റ്റൻസ്. സേ ചലഞ്ച് എവറി സിറ്റുവേഷൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആൻഡ് യു വിൽ എൻജോയ് ദ ഫ്രൂട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഐ ഓൾറെഡി സെൻസ് സ്ട്രോങ് അനോയിൻറ്റിങ്. വിസ്താരത്തിൽ തുറക്കും. വലിയ കാര്യങ്ങൾ പറ, വലിയ കാര്യങ്ങൾ പറ. Wear your vision every day and it will happen as you say. Let us pray. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ അത്യന്ത ധനം, ക്രിസ്തു എന്ന അത്യന്ത ധനം എൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ചുറ്റും പ്രശ്നങ്ങൾ വന്നാലും ഇടുങ്ങത്തില്ല. ഞങ്ങൾ വിസ്താരത്തിൽ തുറക്കും. പിതാവേ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിലെ ഭയവും നിരാശയും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എല്ലാം പരിഭ്രാന്തികൾ മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ നിറയപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. കൃപയിൽ സൂക്ഷിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന അങ്ങയുടെ ദയക്കായി സ്തോത്രം ചെയ്യുകയാണ്. പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. പുതിയ മുഖാന്തരങ്ങൾ തുറക്കപ്പെടട്ടെ. വൻ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കൃപ നീ തരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തമായി ഇനിയും ഉപയോഗിക്കട്ടെ. ഒന്നുകൂടെ പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. സകലതും വിശ്വസിക്കണം. സകലതും. ഒന്നുകൂടെ പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളും ഞാനും ഒരു കുടുംബം അംഗമായി വി ആർ വൺ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി. ഒരുപക്ഷെ നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങളുടെ വിശ്വാസം വേറെ ആയിരിക്കാം, ആരാധിക്കാൻ വേറെ സ്ഥലത്തായിരിക്കും പോകുന്നത്. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടി വി പ്രോഗ്രാമാണ് ഞങ്ങളുടെ ഓക്സിജൻ. ഞങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നത് ടി വി പ്രോഗ്രാമിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കൈകോർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പല ടി വി പ്രോഗ്രാമിലൂടെയും അനേകം മദ്യപാനികൾ രൂപാന്തരപ്പെട്ടു. ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയിരുന്ന കുടുംബങ്ങൾ കർത്താവിലേക്ക് വന്നു. നിങ്ങൾ പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ടി വി പ്രോഗ്രാമിനെ കർത്താവ് ഉപയോഗിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഈ ടി വി പ്രോഗ്രാമുകൾ പലരും സ്പോൺസർ ചെയ്യാൻ മുമ്പോട്ട് വരുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ടി വി പ്രോഗ്രാം മുന്നോട്ട് ഓരോ പ്രോഗ്രാം മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ചാനൽ ഹാസ് ടു ബി പെയ്ഡ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ എക്സ്പെൻഡിച്ചറുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യാം. വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ നിങ്ങളുടെ വൺ ഓഫ് യുവർ ഡേയ്സ് ദാറ്റ് യു സെലിബ്രേറ്റ്, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, കുഞ്ഞിൻ്റെ ജനനം, അതിനകത്തൊക്കെ യു ക്യാൻ ബി എ പാർട്ട് ബൈ സ്പോൺസറിങ് ദിസ് ചൈൽഡ്. മറക്കരുത്, ടി വി പ്രോഗ്രാമിന് ഇന്നും എവിടെയും നമ്മൾ പലയിടത്തും സുവിശേഷത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തിടത്തും കടന്നു ചെല്ലാൻ പറ്റും. അനേകരെ വിടുവിക്കാൻ പറ്റും. ദൈവവചനത്തിലൊരു മനോഹരമായ വചനമുണ്ട്, അവർ ഐക്യപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും. വാസ്തവത്തിൽ ഞങ്ങളെ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ ഐക്യയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ നോ ഈ ടി വി പ്രോഗ്രാം ഒരു ക്രൂസൈഡിനേക്കാളും വലുതാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിറയുന്ന അത്രയും പേരല്ല ഇത് കാണുന്നത്. ലോകമെമ്പാടും പല രാജ്യത്തിലിരിക്കുന്നവരും ഗ്രൗണ്ടിലോട്ട് വരേണ്ട, വീട്ടിലിരുന്ന്
ഈ വചനം ശ്രവിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഒരു വിശ്വാസമാണ് തോമസുട്ടി ബ്രദറും ഞാനും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ സാധാരണഗതിയിൽ സാമ്പത്തികമായ ഒരു സപ്പോർട്ട്സും ഞങ്ങളുടെ മിനിസ്ട്രിയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എവിടെ പോയാലും സപ്പോർട്ട്സ് റേസ് ചെയ്യാറില്ല. ചർച്ചിനകത്തെ സപ്പോർട്ട്സും ഉണ്ട്. ടെലിവിഷൻ പ്രോഗ്രാം സൂര്യ നടക്കുന്നത് കോട്ടയത്തെ ഓഫറിങ്ങിനകത്തുനിന്ന് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത അത് സ്പോൺസർഷിപ്പ് ഓരോ ആഴ്ചയും നടത്തുന്നു. ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ മതി. ആ ഫോൺ നമ്പറുകളിൽ നിന്ന് യു വിൽ ബി ഗൈഡഡ്. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞ് ഇത് കാണണം, പ്രാർത്ഥിക്കണം. നിങ്ങളെയും നിങ്ങളുടെ തലമുറയും കർത്താവ് മറക്കത്തില്ല. സ്വർഗത്തിലും പ്രതിഫലമുള്ള വലിയ ശുശ്രൂഷയാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ടെലിവിഷൻ പ്രോഗ്രാം ഇനിയും പല ഭാഷകളിലൂടെയും ഞങ്ങൾ പല ചാനലിൻ്റെയും പ്രവർത്തനം നിർത്തേണ്ടി വന്നു ഭാഷകളിൽ. നമ്മളിതെല്ലാം കൂടെ ചെയ്താൽ ഈ പുതിയ കാലത്ത് ഈ ശുശ്രൂഷ ഏറ്റവും എഫക്റ്റീവായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ഈ കാര്യത്തിന് ബന്ധപ്പെടുവാൻ ഈ ഫോൺ നമ്പർ ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. മിഷൻ മന്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയാനും എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാനും ഈ നമ്പറിൽ വിളിക്കുക. സോ നിങ്ങൾ പ്രാർത്ഥിക്കണം. that God will open doors, that your heart will open and you will do it. So പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ നമ്പറുകളിൽ ഫോൺ നമ്പറുകളിൽ വിളിച്ചാൽ you can know how you can give. God bless you. Heavenly Feast Mission Months. प्रेम का सागर है വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. है तू കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9443566682. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തിരുപ്പൂരിൽ മെയ് 5 ചൊവ്വ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. രാമസ്വാമി മുത്തമ്മാൾ കല്യാണ മണ്ഡപം, പല്ലടം, തിരുപ്പൂർ റോഡ്, ടോട്ടൽ ഗ്യാസ് പമ്പിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോയമ്പത്തൂരിൽ മെയ് 6 ബുധൻ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. ഗുജറാത്തി സമാജ് ഓഡിറ്റോറിയം, മേട്ടുപാളയം റോഡ്, RS പുരം, സെൻട്രൽ തിയേറ്ററിന് സമീപം. ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।